അപ്പത്തിലെയും മരവണയിലെയും ചേരുവകൾ കുറയ്ക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം. ശർക്കര, ചുക്ക്, ഏലക്ക എന്നിവയുടെ ഉപയോഗം പകുതിയാക്കണം. നിലയ്ക്കൽ, പന്തളം, എരുമേലി ക്ഷേത്രങ്ങൾക്കാണ് നിർദ്ദേശം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിയാണ്. പ്രശാന്ത്, ഏത് തരത്തിലാണ് നിർദ്ദേശം? കെ പി സുരേഷ്, നിലവിൽ ഈ നിലയ്ക്കൽ, പന്തളം, എരുമേലി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അപ്പം, അരവണ, ചുക്ക് എന്നിവ ഉപയോഗിക്കുന്ന ഈ ക്ഷേത്രപരമായി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിവേദ്യം അടക്കമുള്ള നിവേദ്യം അടക്കമുള്ളവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണം എന്ന് പറയുന്നത്. അതായത് ഈ ചുക്ക്, അതുപോലെ തന്നെ ശർക്കര, ഏലക്ക എന്നിവയുടെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ഇതിന്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ ഗുണനിലവാരം കുറയും എന്നൊരു കാര്യം കൂടി ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധവും വരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതികരിക്കുക അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ഇത്തരത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്, അല്ലെങ്കിൽ ഇതിന്റെ ഇങ്ങനെ ശബരിമലയിലെ സന്നിധാനത്തിന് പുറമെ ഇത്തരത്തിൽ ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഇങ്ങനെ ഈ അവശ്യ വസ്തുക്കളുടെ, അതായത് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന നിവേദ്യം, പ്രസാദം അടക്കമുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഈ കുറവ് വരുത്തുവാൻ, അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഇതുവരെ ഒരു വിശദീകരണം വന്നിട്ടില്ല. നമ്മളും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ അതിന് കഴിഞ്ഞില്ല. എന്തായാലും ഈ നിലയ്ക്കൽ, അതുപോലെ തന്നെ പന്തളം, എരുമേലി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അപ്പം, അരവണ ഇത്യാദികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുക്ക്, ഏലക്ക, അതുപോലെ തന്നെ ശർക്കര എന്നിവകളിലാണ് ഇത്തരത്തിൽ ഇവയുടെ ഗുണനിലവാരം, അതായത് ഇത്തരത്തിൽ ഇവയുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.